നോക്കിയോ, ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. Calculate single electrode potential. Calculate single electrode potential. Calculate single electrode potential. Calculate single electrode potential at 298 Kelvin of Cu2 plus bar Cu in which the concentration of ion is 2 molar. എന്നിട്ട് അവർ E0 വാല്യൂ തന്നിട്ടുണ്ട്. E0 Cu2 പ്ലസ് Cu ആവുന്നതിൻ്റെ, അതായത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0.34 വോൾട്ട് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഇത് ചെയ്യുന്നത്, അതായത് സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ്. ഒരു സിംഗിൾ ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം സിംഗിൾ ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ നമുക്ക് നേൺസ്റ്റ് ഇക്വേഷൻ ഉപയോഗിക്കാം. ഓക്കെ, നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ജനറൽ നേൺസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? ഒരു ഒറ്റ ഇലക്ട്രോഡിൻ്റെ E ഈക്വൽ ടു E0 പ്ലസ് 0.0591 ഡിവൈഡഡ് ബൈ n ഇൻറ്റു n ആണ്. n ഇൻറ്റു ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് n പ്ലസ് ആയിരുന്നു, ആണല്ലോ. അപ്പോൾ ഇവിടെ കോപ്പർ ആകുന്നിരിക്കുന്നത്. അപ്പോൾ എന്താ? ഈ Cu റിഡക്ഷൻ ആയതുകൊണ്ട് ആ റിഡക്ഷൻ തന്നെ കാണിക്കണം കേട്ടോ. Cu2 പ്ലസ് ബാർ Cu എന്ന് തന്നെ കാണിക്കണം. ഈസ് ഈക്വൽ ടു എന്താണ്? E0 Cu2 പ്ലസ് ബാർ Cu പ്ലസ് എന്താണ്? 0.0591 ഡിവൈഡഡ് ബൈ, ഇവിടെ 2 ഇലക്ട്രോൺ, കോപ്പർ 2 പ്ലസ് ആവുന്നത് 2 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തിട്ടാണ്, അല്ലേ? കോപ്പർ 2 പ്ലസ് കോപ്പർ ആവുന്നത്. പിന്നെ ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എന്താണ്? Cu2 പ്ലസ് അയോൺ ആണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. E0 Cu0 തന്നിട്ടുണ്ട്, എത്രയാണ്? 0.34 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. 0.34 വോൾട്ട് ആണ്, അല്ലേ? 0.34 എന്ന് കൊടുക്കാം. പ്ലസ് 0.0591 ഡിവൈഡഡ് ബൈ 2 ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Cu2 പ്ലസ് അവിടെ തന്നിട്ടുണ്ട്, എത്ര? 2 മോളാർ ആണ്. അപ്പോൾ ലോഗ് 2 എന്ന് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? 0.34 പ്ലസ് എന്താ? 0.0591 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ലോഗ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? നിങ്ങളൊരു കാര്യം, ഞാൻ ലോഗ് കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കാൻ കേട്ടോ. അപ്പോൾ അത് ഇന്ന് ഞാൻ പഠിപ്പിക്കുന്നില്ല. ലോഗ് ടേബിൾ എടുക്കാൻ വേണ്ടി ഞാൻ പഠിപ്പിച്ചു തരാം. കാരണം ഇന്നത് പഠിപ്പിക്കാനായിട്ടുള്ള ഒരു സമയമില്ല. കാരണം അത് ലോഗ് ടേബിൾ വേണം. നിങ്ങളുടെ കയ്യിൽ ലോഗ് എടുത്ത് ലോഗ് ടേബിൾ അല്ലെങ്കിൽ മറ്റേ ക്ലാർക്ക് ടേബിൾ ഇല്ലേ, ലോഗരിതം ടേബിൾ, അത് നിങ്ങളുടെ കയ്യിൽ എടുത്ത് വെക്കണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ തൽക്കാലം ലോഗ് 2ൻ്റെ ചില ലോഗിൻ്റെ വാല്യൂ കാണുന്നുണ്ടെങ്കിൽ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. എന്താണെന്നറിയോ? അതായത് CBSE സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ICSE സംബന്ധിച്ചിടത്തോളം കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റത്തില്ല. പ്ലസ് ലോഗ് കാൽക്കുലേഷൻ വരുന്ന ചാപ്റ്ററാണ് ഇലക്ട്രോ കെമിസ്ട്രി. ഉറപ്പായിട്ട് ലോഗ് കാൽക്കുലേഷൻ കാണും. പക്ഷേ ലോഗരിതം ചാർട്ടും ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യത്തില്ല, അവർ തരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ചില ലോഗിൻ്റെ വാല്യൂ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം ചില സ്കൂളിൽ അത് തരത്തില്ല. എൻ്റെ പഴയ പിള്ളേരെയൊക്കെ തരത്തില്ല എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് ബഹളം ഉണ്ടാക്കിച്ചിട്ടാണ് അവിടെ ലോഗരിതം ഇത് അടുത്ത പരീക്ഷ, ആ പരീക്ഷയ്ക്ക് കിട്ടിയില്ല. അടുത്ത ഫിസിക്സിൻ്റെ പരീക്ഷയ്ക്ക് പിന്നീട് ലോഗരിതം അങ്ങനെ അവരിനോട് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എക്സാമിനറിനെ കണ്ട് അത് കാരണം കിട്ടത്തില്ല, ലോഗ് ടേബിൾ കിട്ടണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ചില ലോഗിൻ്റെ വാല്യൂസ് നിങ്ങൾ കാണാതെ പഠിച്ചേ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ ചില ട്രിഗ്നോമെട്രിക് റേഷ്യോസിൻ്റെ വാല്യൂവും കാണാം. ഇപ്പോൾ sin 30, sin 45, അതേപോലെ തന്നെ sin 90 ഒക്കെ നമുക്കറിയാം. അതല്ലാതെ ചില സാധനങ്ങളുണ്ട്, sin 45 ഡിഗ്രി 30 മിനിറ്റ്, ഇങ്ങനെയൊക്കെ വരുന്ന ചില സാധനങ്ങളുണ്ട്. അതും നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ ആണല്ലോ. അതാ നമ്മുടെ ഫിസിക്സിൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ലോഗ് 2ൻ്റെ വാല്യൂ കാണാൻ പഠിച്ച് വെച്ചോണം. ലോഗ് 2ൻ്റെ വാല്യൂ 0.3010 ആയിരിക്കും. അപ്പോൾ ഇൻറ്റു നമുക്ക് എന്താ 0.3010. ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യണം, അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് പിന്നെ ഡിവിഷൻ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, അഡീഷൻ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇത് ആദ്യം ചെയ്യുക, ഇത് തമ്മിൽ ചെയ്യുക, അത് വെച്ചിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുക,
എന്നിട്ട് അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ആൻസർ എന്ന് പറഞ്ഞ് കാൽക്കുലേറ്റർ ചെയ്യാതെ ഒന്ന് പറഞ്ഞേ, കാൽക്കുലേറ്റർ ചെയ്യാതെ അല്ലാതെ പറഞ്ഞേ, ട്രൈ ചെയ്തേ പെട്ടെന്നാട്ടെ. മാനുവലി ഇങ്ങനെ ചെയ്യേണ്ടി വരും. കേരള സിലബസിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്താൽ മതി, കാൽക്കുലേറ്റർ ചെയ്ത് നോക്കിയാൽ മതി. പാർത്തിപ്പ് കാൽക്കുലേറ്റർ ഉണ്ടോ? പാർത്തിപ്പേ സയന്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ടോ? ചെയ്തിട്ട് ആൻസർ പറഞ്ഞേ പെട്ടെന്നാട്ടെ. കിട്ടിയെങ്കിൽ പറയണേ. അഭിരാമെന്ന് പറയാമോ കിട്ടിയെങ്കിൽ? Sir, 0.3478. 0.3478. ആൻസർ കിടക്കുന്നത് 0.3488 ആണ് കിടക്കുന്നത് ആൻസറേ. കുഴപ്പമില്ല, 78 ആയാലും മതി, കുഴപ്പമില്ല, നോ പ്രോബ്ലം. ശരിക്കും ആൻസർ ഇതാണ്, 0.3488 ആണ് കിടക്കുന്നത്. അത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് അതിൻ്റെ യൂണിറ്റ് വോൾട്ട് ആണ്. ആർക്കെങ്കിലും ഇത് കിട്ടിയോ? ആ ഓക്കെ. കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ അതെന്തായാലും കിട്ടും 100%. മാനുവലി ചെയ്യുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ ആണോ? ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? എൽവിനൊക്കെ ഓക്കെ ആണോ? ഓക്കെ. അനുഗ്രഹം ഒക്കെ ഓക്കെ ആണോ? അനുഗ്രഹം ഓക്കെ സർ. ഓക്കെ ഓക്കെ, എല്ലാവരും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അടുത്ത ഇതിലേക്ക് പോവാണ്, നോക്കിക്കോളൂ. അടുത്തതിലേക്ക് പോവാണ്. 2Cr plus 3CD2 plus gives 2Cr3 plus 3CD. Calculate standard cell potential and Gibbs free energy. Also equilibrium constant, also Kc, also Kc. ഇവിടെ തന്നിരിക്കുന്നത് തന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമുക്കറിയാം, റിഡക്ഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? റിഡക്ഷൻ നടക്കുന്നത് ഇപ്പോൾ ഏതാണെങ്കിലും, ഇപ്പോൾ Cu2 പ്ലസ് 2 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് Cu ആകുന്നു. കണ്ടോ, ഇത് റിഡക്ഷനാണ്. അപ്പോൾ എഴുതുമ്പോഴും അങ്ങനെ തന്നെ എഴുതാവും. Cu2 പ്ലസ് ബാർ Cu എന്ന് എഴുതാവും. ഓക്സിഡേഷൻ നടക്കുന്നത് സിങ്കിന് എന്തുവാ സംഭവിക്കുന്നത്? സിങ്ക് 2 ഇലക്ട്രോണിനെ ലൂസ് ചെയ്തിട്ട് സിങ്ക് 2 പ്ലസ് ആവുക. പക്ഷെ ഇവിടെ എഴുതേണ്ടത് എന്താ? സിങ്ക് ബാർ സിങ്ക് 2 പ്ലസ് എന്നാണ് ശരിക്കും ഇവിടെ നടന്നത്. പക്ഷേ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ടേമിൽ എഴുതുമ്പോൾ ഇത് തിരിച്ച് തന്നെ എഴുതാവും. എന്തുവാ? ഈ Zn2 പ്ലസ് ബാർ Zn എന്ന് എഴുതാവും. ഈവൻ ദോ they are undergoing oxidation, you have to write like this. ഓക്കെ, എന്നാലേ അത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണെന്നേ പറയത്തുള്ളൂ. നമ്മൾ പറഞ്ഞായിരുന്നു, ഇൻ ദിസ് ചാപ്റ്റർ വി ആർ ഡീലിംഗ് വിത്ത് എന്താണ്?
സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ, അത് ഏതിനാണെങ്കിലും ഓക്സിഡേഷൻ നടന്നാലും ആ ഓക്സിഡേഷൻ നടക്കുന്ന ആളുടെയും റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ ടൈമിലാണ് നമ്മളിതെല്ലാം സംസാരിക്കുന്നത്. അപ്പം അത് എഴുത്തിൽ നിന്ന് മനസ്സിലാക്കിക്കോണം റിഡക്ഷൻ പൊട്ടൻഷ്യലാണ്. Cr3+ ബാർ Cr കണ്ടോ, ഇപ്പം Cr3+ 3 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തിട്ട് 0 ആകുകയെന്ന് അതിനർത്ഥം. ഓക്കെ, അങ്ങനെ ഉണ്ടാകുന്ന റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അവർ തന്നിരിക്കുന്നത് -0.74 വോൾട്ട് ആണ്. അതേപോലെ തന്നെ E0 Cd3+ ബാർ Cd ഈസിക്കൽ ടു -0.40 വോൾട്ട് എന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇത്രയും വെച്ചിട്ട് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കണം, സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം, ഗിബ്സ് ഫ്രീ എനർജി കണ്ടുപിടിക്കണം, Kc കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇതെല്ലാം നേൺസ്റ്റ് ഇക്വേഷൻ്റെ കൺസെപ്റ്റാണ്. അപ്പം നമുക്കറിയാം സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ E0 സെല്ലാണ്. E0 സെൽ ഈസിക്കൽ എന്താ, ഈ കാഥോഡ് മൈനസ് ഈ ആനോഡാണ്. ഓക്കെ ആണല്ലോ. അപ്പം ഇവിടെ എപ്പോഴും ആലോചിച്ചോണം, ആനോഡ് ഏതാണ് കാഥോഡ് ഏതാണ് എന്നുള്ളതാണ്. റിയാക്റ്റീവ് ആയിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ റിയാക്റ്റീവ് ആയിട്ടുള്ളത് ആരോ അവനായിരിക്കും ആനോഡ്, റിയാക്ടിവിറ്റി കുറഞ്ഞതാരോ അവനായിരിക്കും കാഥോഡായിട്ട് എടുക്കുക. ക്രോമിയത്തിലും കാഡ്മിയത്തിലും ഏറ്റവും കൂടുതൽ റിയാക്റ്റീവ് ആയിട്ടുള്ളത് എന്താണ്, കാഡ്മിയം അല്ല സോറി ആനോഡായിട്ട് എടുക്കേണ്ടത് ക്രോമിയത്തെയാണ് കേട്ടോ. ആനോഡ് റിയാക്റ്റീവ് ആയിട്ടുള്ളത് ക്രോമിയമാണ്. കാഡ്മിയത്തിനേക്കാളും കുറച്ചുകൂടെ റിയാക്റ്റീവ് ആയിട്ടുള്ളത് ആരാ, ക്രോമിയമാണ്. അപ്പം ക്രോമിയത്തിനെ വേണം ആനോഡായിട്ട് എടുക്കാൻ. ഓക്കെ, അത് വേണമെങ്കിൽ സൈഡിൽ എഴുതിയിട്ടോണം. ക്രോമിയം മോർ റിയാക്റ്റീവ് ദാൻ എന്താണ്, ദാൻ കാഡ്മിയം. hence Cr is taken as anode. Cr is taken as anode here. അപ്പോൾ എഴുതുമ്പോൾ ഇക്വേഷൻ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാവും. ഈ കാഥോഡിന് എന്ത് സംഭവിച്ചു, കാഥോഡ് എന്ന് പറയുമ്പോഴത്തേക്കും കാഡ്മിയമാണ്, Cd3+ ബാർ Cd മൈനസ് ഈ 0 ആണ്, E0 ആണ്, സ്റ്റാൻഡേർഡാണ്, Cr3+ ബാർ Cr. ഇങ്ങനെ എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. ഈസിക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് എന്ന് എഴുതുന്നതിന് കുഴപ്പമില്ല, അത് കഴിഞ്ഞിട്ട് ഇത് എടുത്ത് എഴുതണം. അല്ലെങ്കിൽ ഇത് എഴുതിയില്ലേലും കുഴപ്പമില്ല, ഇത് എന്തായാലും എഴുതിയിരിക്കണം. അങ്ങനെയാണ് ഇക്വേഷൻ എഴുതേണ്ടത് കേട്ടോ. ഇനിയും ഇവിടെ എന്താ നമുക്കറിയാം, ഈ കാഥോഡിൻ്റെത് -0.40 ആണ്, അതേപോലെ ഈ ആനോഡിൻ്റേത് -0.74 ആണ്. അപ്പോൾ നമുക്ക് -0.40 പ്ലസ് 0.74 എന്ന് വരുന്നു. ഇത് മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര വരുന്നു, 74 40 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എന്തെന്ന് വരുന്നു, 0.34 ആണ് വരുന്നത്, പ്ലസ് ആണ് കണ്ടോ. സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ദിസ് അല്ല സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യൽ ഓഫ് ദി സെൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, +0.34 വോൾട്ട് ആയിരിക്കും. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. സർ ഇത് Cd3+ ബാർ Cd ആണോ? Cd3+ ബാർ Cd. എന്താ അങ്ങനെ ചോദിച്ചേ, ചോദിച്ചോ, ആ ഡൗട്ട് ചോദിച്ചോ, എന്താ അങ്ങനെ ചോദിച്ചേ. 2+ നല്ല ക്വസ്റ്റ്യൻ അല്ലേ, അതാ ഡൗട്ട് പോയത്. എവിടെ, അയ്യോ ഞാൻ 2+, ഞാൻ ഇവിടെ 2+ എന്നാണ് അല്ലയോ. ഓക്കെ, ഇത് 3+ എന്നാക്കിക്കോ. ഓക്കെ, ഇത് ഓക്കെ ആണോ, ഇപ്പോൾ ഓക്കെ അല്ലേ? യെസ് സർ. ഓക്കെ, ഇനി നമുക്ക് ഗിബ്സ് എനർജി കണ്ടുപിടിക്കണം. ഗിബ്സ് എനർജി കണ്ടുപിടിക്കാൻ ΔGr ആണ്. ΔGr ഈസിക്വൽ എന്താ, -NFE0 സെൽ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് നമുക്കറിയാം. N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, ഇവിടെ N എത്രയാണെന്നൊന്ന് പറയാൻ പറ്റുമോ, ആർക്കെങ്കിലും N എത്രയാണെന്ന് പറയാൻ പറ്റുമോ? ഒരു സെക്കൻഡ്, ഞാൻ ആ റിയാക്ഷൻ്റെ ബാലൻസിങ് തെറ്റാണോ എന്ന് തോന്നുന്നു. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കിക്കോട്ടെ.
ഇതുണ്ട് ഇവിടെ ഇത് 2+ തന്നെയാണ്, ഇത് 2+ തന്നെയാണ്. ഇവിടെ നോക്കിയേ, ഇത് 2+ തന്നെയാണ്, ഇവിടെ 2+ തന്നെയാണ്, 2+ തന്നെയാണ്. ഇവിടെ നിങ്ങൾ 2+ ആക്കിക്കുക. അതായത് കാഡ്മിയത്തിൻ്റെ തന്നെ ഇവിടെ നിങ്ങൾ 2+ ആക്കിക്കോ. 2+ ബാർ തന്നെ ഇവിടെ 2+ ആക്കിക്കോ കാഡ്മിയത്തിൻ്റെതേ. ഓക്കെ സർ. അത് എന്താണെന്നറിയാമോ? അതായത് ശരിക്കും ഇവർ 6 ഇലക്ട്രോൺസ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും മേടിക്കുന്നതും കൊടുക്കുന്നത്. അതായത് 2 ക്രോമിയം ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോൾ എത്രയായി? 2 ക്രോമിയം അയോണായി. അപ്പം നമുക്കറിയാം ഒരു ക്രോമിയം എന്ത് ചെയ്തു? ഒരു ക്രോമിയം 3 ഇലക്ട്രോണിനെ ലോസ് ചെയ്തു. 2 ക്രോമിയം 6 ഇലക്ട്രോണിനെ ലോസ് ചെയ്തിട്ടാണ് 2 Cr3+ ആകുന്നത്. അപ്പം ഈ ലോസ് ചെയ്ത 6 ഇലക്ട്രോണിനെ ആര് മേടിക്കും? 3 Cr. കാരണം ഈ 2 എണ്ണം വെച്ചാണ് മേടിക്കുന്നത്, മനസ്സിലായോ? അതായത് 3 CD മോളിക്കുൾ, ഒരു CD മോളിക്കുൾ 2 എണ്ണേ മേടിക്കാൻ പറ്റത്തുള്ളൂ. ഒരു CD ആറ്റത്തിന് 2 എണ്ണേ മേടിക്കാൻ പറ്റത്തുള്ളൂ. 2 എണ്ണത്തിന് 4 എണ്ണം, 3 എണ്ണത്തിന് 6 എണ്ണം മേടിക്കാം. കണ്ടോ? അപ്പം അങ്ങനെയാണ് അത് വരുന്നതേ. കേട്ടോ? ശ്രദ്ധിച്ചോണം. ഞാൻ ഒന്നുകൂടെ ഇതിൻ്റെ കൺസെപ്റ്റ് പറഞ്ഞു തരാം. ശ്രദ്ധിച്ചോണം, നോക്കിക്കോളൂ. അതായത് ഇവിടെ നോക്കിക്കോളൂ. 2 നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താ? 2 നമ്മുടെ ബാലൻസിങ് രീതി അനുസരിച്ച് 2 ഇവിടോട്ട് എഴുതാം. 2 ക്രോമിയം എന്തായിട്ട് മാറുക? 2 ക്രോമിയം 2 Cr3+ അയോണായിട്ട് മാറുക. അതിനർത്ഥം എന്തുവാ? ഒരു ക്രോമിയം 3 ഇലക്ട്രോണിനെ ലൂസ് ചെയ്തു, അപ്പം ഒരു Cr3+ ആവുന്നു. അടുത്ത ക്രോമിയം വീണ്ടും 3 ഇലക്ട്രോണിനെ ലൂസ് ചെയ്തിട്ട് വീണ്ടും Cr3+ ആവുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, 2 ക്രോമിയം 6 ഇലക്ട്രോണിനെ ലൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? 2 Cr3+ ആവുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ വിട്ടുകൊടുത്ത 6 ഇലക്ട്രോണിനെ ആര് വാങ്ങണം? നമ്മുടെ കാഡ്മിയം വാങ്ങണം. കാഡ്മിയത്തിനെ സംബന്ധിച്ച് കാഡ്മിയത്തിന് 2 എണ്ണേ, ഒരു കാഡ്മിയത്തിന് 2 എണ്ണേ മേടിക്കാൻ പറ്റത്തുള്ളൂ. അതായത് CD-ക്ക് 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് CD2+ ആവുന്നത്. അപ്പം 2 CD 4 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് 2 CD+ ആവും. 3 CD 6 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് 3 CD2+ ആവും. അതാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നുണ്ട്, 3 CD2+. ഓക്കെ ആണോ? ക്ലിയർ ആണോ? കൺസെപ്റ്റ് ഓക്കെ ആണോ? ഓക്കെ. ഇവിടെ നോക്കിയോ, ഇവിടെ നോക്കിയോ, നമ്മുടെ ബാലൻസിങ് എന്താ നോക്കിയേ. ഇവിടെ ബാലൻസിങ് നോക്കിയേ, നമ്മുടെ റിയാക്ഷൻ നോക്കിയേ. 2 ക്രോമിയം ആറ്റം, ഇവിടെ 2 ക്രോമിയം അയോൺ, 3 കാഡ്മിയം അയോണ്, 3 കാഡ്മിയം ആറ്റം. ആണോ ഷാരോണേ? ഓക്കെ. അപ്പം ഇവിടെ ആരാണ് ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുന്നത്? നോക്കിയോ, Cr3+ ആവുക. Cr3+ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? Cr3+ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? 3 ഇലക്ട്രോണിനെ ലൂസ് ചെയ്യണം. ഓക്കെ. എത്ര ഇലക്ട്രോണിനെ ലൂസ് ചെയ്തു? Cr3+ ആണെങ്കിൽ അതിനർത്ഥം എന്തോ? 3 ഇലക്ട്രോൺ ലൂസ് ചെയ്തെന്നാ. ആണോ? അപ്പോൾ 2 Cr അപ്പോൾ എത്ര ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യണമായിരിക്കും? ഒരു 6. ഓക്കെ. അപ്പം 2 Cr 6 ഇലക്ട്രോണിനെ ലൂസ് ചെയ്താൽ എത്ര Cr3+ അയോൺ ഉണ്ടാവും? 2 എണ്ണം ഉണ്ടാവും. ആണോ? ഓക്കെ. ഇവിടെ വിട്ടുകൊടുത്ത ആളിനെയാണ് നമ്മൾ എപ്പോഴും, അതായത് ആനോഡിൽ വിട്ടുകൊടുത്ത നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് കാഥോഡ് വാങ്ങുന്നത്. അപ്പം കാഥോഡിൽ ആരാ ഉള്ളത്? CD3+ ആണുള്ളത്. സോറി, CD2+ ആണുള്ളത് അല്ലേ? CD2+ ആണുള്ളത് അല്ലേ? അപ്പോൾ എന്താ, CD2+ന് CD ആവണമെങ്കിൽ എത്ര ഇലക്ട്രോൺ വേണം? 2 ഇലക്ട്രോൺ വേണം. അപ്പോൾ എന്തായിട്ട് മാറി? CD ആയിട്ട് മാറി. 2 CD2+ന് 2 CD ആവണമെങ്കിൽ 4 ഇലക്ട്രോൺസ് അക്സെപ്റ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പം 3 CD2+ന് CD ആവണമെങ്കിലോ 6 ഇലക്ട്രോൺസ് എന്ത് ചെയ്യണം? അക്സെപ്റ്റ് ചെയ്യുമ്പം 3 CD ആയിട്ട് മാറും. മനസ്സിലായോ? അതവർ ബാലൻസിങ്ങിനകത്ത് അങ്ങനെ പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. അതാണ് 2+ഉം 3+ഉം. 3+ അല്ല, അവിടെ 2+ തന്നെയാണ്. താഴെ എഴുതുമ്പോൾ അങ്ങോട്ടൊന്ന് മാറ്റി എഴുതിയാൽ മതി. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ. അപ്പം ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. അതായത് ഈ ഇക്വേഷനകത്ത് ഇനി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ മതി. എന്താ? n എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ 6 എണ്ണമാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. അപ്പം -6 × ഫാരഡേ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ 96500 ഇൻറ്റു E0 സെൽ എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാണ്? E0 സെൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് 0.34 ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ
ഞാൻ കാൽക്കുലേറ്ററിൽ അങ്ങ് ചെയ്യുകയാണേ. -1.968 ഇൻറ്റു 10⁵ ഗിബ്സ് എനർജി അല്ലേ, ജൂളിലായിരിക്കും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ പറയണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം. ജസ്റ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മൾട്ടിപ്ലിക്കേഷൻ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് കെ സി കണ്ടുപിടിക്കണം. കെ സി കണ്ടുപിടിക്കാൻ നമ്മൾ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, പഠിച്ചായിരുന്നു. ഇക്വിലിബ്രിയത്തിൽ ഈ സീറോ സെൽ എന്തിന് ഈക്വൽ ആവും നമ്മൾ പറഞ്ഞത്? 0.0591 ഡിവൈഡഡ് ബൈ n ഇൻറ്റു ലോഗ് കെ സിക്ക് ഈക്വൽ ആവുമെന്നാണ് പറയുന്നത് ഇക്വിലിബ്രിയം റിയാക്ഷൻ നടക്കുന്ന സമയത്ത്. അങ്ങനെയാണ് നമുക്ക് ഇവിടുന്ന് കെ സി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പം ഈ സീറോ സെല്ല് ഇൻറ്റു എൻ ഡിവൈഡഡ് ബൈ 0.0591 ഈസിക്കൽ എന്താ? ലോഗ് കെ സി ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഈ സീറോ സെല്ലിൻ്റെത് 0.34 ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺ 6 ആണ്. ഡിവൈഡ് ബൈ 0.0591 ഈസിക്കൽ എന്താ? ലോഗ് കെ സി ആണ്. ഓക്കെ ആണല്ലോ? ഇവിടെയും ലോഗരിതം ഇല്ല, ലോഗരിതം ചാർട്ട് ഇല്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാൽക്കുലേറ്റർ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 0.34 ഇൻറ്റു ഇത് ചെയ്യും. ഇത് ചെയ്തിട്ട് അത് ഡിവൈഡഡ് ബൈ എന്താണ്? 0.0591 വരും. അതിൻ്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ചോട്ടെ, ഒരു സെക്കൻഡ്. ഞാൻ കാൽക്കുലേറ്ററാണ് ചെയ്യുന്നത്. അത് ചെയ്യുമ്പോൾ നമുക്ക് 34.5 എന്ന് വരും. 34.5 ഈസിക്കൽ എന്താ? ലോഗ് കെ സി. അതായത് ലോഗ് കെ സി ഈസിക്കൽ ടു 34.5 വന്നെങ്കിൽ കെ സി കണ്ടുപിടിക്കാൻ ലോഗിനെ ഇപ്പുറത്ത് കൊണ്ടുവരണം. ലോഗിനെ ഈക്വൽ ടു നമുക്കറിയാം, മൈനസ് ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് ആവും, പ്ലസ് ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് ആവും, ഡിവൈഡ് ഇപ്പുറത്ത് വരുമ്പോൾ ഇൻറ്റു ആവും, ഇൻറ്റു ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡ് ആവും. ഇങ്ങനെയാണല്ലോ. അതേപോലെ തന്നെ ലോഗിനെ നമ്മൾ ഈക്വൽ ടു അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ അവിടെ ആൻറ്റി ലോഗ് എടുക്കേണ്ടി വരും. ആൻറ്റി ലോഗ് എടുക്കേണ്ടി വരും. ആൻറ്റി ലോഗ് ഓഫ് എത്രയാണ്? 34.5. അതും ഈ പറഞ്ഞ പോലെ ലോഗരിതം ചാർട്ടിനകത്ത് ആൻറ്റി ലോഗ് ഉണ്ട്. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്നത് 3.16 ഇൻറ്റു 10⁻34 ആണ് കിട്ടുന്നത്. അതും ഈ പറഞ്ഞ പോലെ ആൻറ്റി ലോഗ് എടുക്കാൻ അതും നമുക്ക് ഒരു ക്ലാസ് എടുത്ത് പഠിപ്പിക്കാം. ഫിസിക്സിനും കെമിസ്ട്രിക്കും വേണം. അപ്പോൾ നിങ്ങളൊരു ലോഗരിതം ചാർട്ട് ഒന്ന് മേടിച്ച് വെച്ചാൽ മതി. അല്ലെങ്കിൽ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനും കിട്ടും. ഡൗൺലോഡ് ചെയ്ത് കൈ വെച്ചേക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കത് പെട്ടെന്ന് പഠിപ്പിക്കാം. വാല്യൂസ് ഒക്കെ നോക്കിയേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സോറി, ഇക്വേഷൻ ഫസ്റ്റ് കാണിക്കാമോ? ആ ഇക്വേഷൻ കാണിക്കാം. ഇവിടം തൊട്ട് ഇതാണോ? ആ യെസ് സർ. ഓക്കെ, എഴുതി കഴിഞ്ഞെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി എഴുതിക്കോളൂ. കാൽക്കുലേറ്റ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. അതായത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഡെൽ എം നോട്ട് ആണ് അല്ലേ? ഡെൽ നോട്ട് എം ആണ് അല്ലേ? ഫോർ CH3COOH given that ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് HClന്റെ വാല്യൂ അവർ തന്നിട്ടുണ്ട് 426 സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ റേസ് ടു -2. അതേപോലെ തന്നെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് NaCl അവർ തന്നിട്ടുണ്ട്. അത് 126 സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ റേസ് ടു -1. അതേപോലെ തന്നെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് CH3COO Na അവർ തന്നിട്ടുണ്ട്. അത് 91 സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ റേസ് ടു -1 ആണ്.
അപ്പോൾ നമുക്കറിയാം ഒരു ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ അയോൺസിൻ്റെ അതായത് ലിമിറ്റിംഗ് മോളാർ അയോണിക് കണ്ടക്ടിവിറ്റിയുടെ സമ്മായിട്ട് എഴുതാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഇത്. അപ്പോൾ അത് കൃത്യം നമുക്ക് തന്നിരിക്കുന്ന ആരാണോ അതിൻ്റെ അനുസരിച്ച് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി വെച്ചിട്ട് നമ്മൾ അത് അറേഞ്ച് ചെയ്ത് എഴുതിയാണ് കണ്ടുപിടിക്കേണ്ടത്. പറഞ്ഞു തരാൻ നോക്കിയോ. ഈ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് CH3COOH ക്യാൻ ബി റിട്ടൺ ആസ് limiting molar ionic conductivity of CH3COO minus plus limiting molar conductivity of H plus. Okay, limiting molar conductivity of CH3COO minus limiting molar conductivity of H plus ആണല്ലോ. ഓക്കെ, അപ്പം ഈ മൂന്ന് ആൾക്കാരെ അറേഞ്ച് ചെയ്തിട്ട് ഈ അയോൺസ് മാത്രം അതിനകത്ത് വരുന്ന രീതിയിൽ നമുക്ക് ഇക്വേഷനെ എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്നാണ് അടുത്ത് നോക്കേണ്ടത്. നോക്കിയോ. അപ്പം ഞാനിവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇതും കാണണം ഇതും കാണണം, അപ്പം ഇതും കൂടെ ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ ഓക്കെ, നമുക്ക് നോക്കാം. നോക്കിയോ, അതായത് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതാൻ പോവാണേ. അതായത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് CH3COOH നമുക്ക് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ ആ തന്നിരിക്കുന്ന അതിനെ അറേഞ്ച് ചെയ്ത് വേണം എഴുതാൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നറിയോ, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് CH3COONA എടുക്കുന്നു. അതിൻ്റെ കൂടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് HCl കൂട്ടുന്നു. എന്നിട്ട് അതിൽ നിന്ന് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് NaCl മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയേ. ഇനി ഇതിൻ്റെ അയോൺസ് നോക്കി, ഇതിനകത്ത് ഏതൊക്കെ അയോണുണ്ട്? CH3COO മൈനസും പ്ലസ് Na പ്ലസും പ്ലസ് ഇവിടെ ഏതൊക്കെ അയോണുണ്ട്? H പ്ലസും ഉണ്ട്, Cl മൈനസും ഉണ്ട്. ഇവിടെ ഏതൊക്കെ അയോൺസ് ഉണ്ട്? മൈനസ് ആണ്. ഇവിടെ ഏതൊക്കെയുണ്ട്? Na പ്ലസും ഉണ്ട്, Cl മൈനസും ഉണ്ട് ഇല്ലേ? അപ്പോൾ ഈ മൈനസ് ഇവിടെ ഉള്ളതുകൊണ്ട് ഇത് മൈനസ് ആയി മാറും. അപ്പോൾ നോക്കിയേ, ഈ Cl പോവും, ഈ Na പോവും. ബാക്കി ഇതിനകത്ത് ഏതൊക്കെ അയോൺസ് മാത്രമേ ഉള്ളൂ? CH3COO മൈനസും H പ്ലസും ഉള്ളൂ. അതല്ലേ നമുക്ക് വരേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഗിവൺ തന്നിരിക്കുന്നത് വെച്ച് അറേഞ്ച് ചെയ്ത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അത് അങ്ങനൊന്ന് അതിൻ്റെ എല്ലാം വാല്യൂസ് തന്നിട്ടുണ്ട്. നോക്കിയേ ഇവിടെ നോക്കിയേ, ഇതിൻ്റെ വാല്യൂ എത്രയാണ്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് CH3CONA 91 ആണ്. പ്ലസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് HCl എത്ര? 426 ആണ്. 426 മൈനസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് NaCl എന്താ? 126 ആണ്. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോഴത്തേക്കും 7 9 2 11 ഇഷ്ടം 1 4 1 5 517 മൈനസ് 126. അപ്പം അതിൻ്റെ ആൻസർ 1 4 വരുമല്ലോ. 11 9 2 11, അതേപോലെ തന്നെ 4 വരുമല്ലോ 3 391 സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ റേസ് ടു -1 ആണ് ആൻസർ. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. ഈ ഇക്വേഷനെ വേറെ ഏത് രീതിയിൽ അറേഞ്ച് ചെയ്താലും ഫൈനൽ ഇക്വേഷനകത്ത് CH3COO മൈനസ് H പ്ലസും വരില്ല. അല്ല, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് NaCl HCl ആഡ് ചെയ്തിട്ട് മൈനസ് CH3CONA ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ മൈനസ് ആയി പോകുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഫൈനൽ ആൻസറിനകത്ത് എന്ത് വരത്തില്ല? CH3COO മൈനസ് H പ്ലസും മാത്രം നിലനിൽക്കത്തില്ല. ഡൗട്ട് ഉള്ളവർ ചോദിച്ചോണം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ചോദിച്ചോണം. ഇത് ഇലക്ട്രോ കെമിസ്ട്രി ആണ്. ഇലക്ട്രോ കെമിസ്ട്രി 13 മാർക്കിൻ്റെ ചാപ്റ്ററാണ്. 70-ൽ 13 മാർക്ക് എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. ഓക്കെ ആണല്ലോ. അപ്പം ഈ വേറൊരു കാര്യം കൂടെ പറയാം. ഈ തവണത്തെ പരീക്ഷയ്ക്ക് ഇതിനകത്തുനിന്ന് 17 മാർക്കിൻ്റെ ചോദ്യമാണ് ചോദിച്ചത് ലാസ്റ്റ് ഒരു സെറ്റിനകത്ത്. അപ്പം അതുകൊണ്ട് നമ്മളത് പ്രത്യേകം പഠിച്ചോണം. കാരണം അത്രയും കണ്ടന്റ് ഉണ്ട് ഇതിനകത്ത് പഠിക്കാൻ. ഇതിനകത്തുനിന്ന് മാത്രം നമുക്ക് വേണമെങ്കിൽ എന്തിടാം, ഒരു 500 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇടാനായിട്ട് പറ്റും. അത്രയ്ക്ക് വലിയ കണ്ടന്റ് ഉള്ള ചാപ്റ്ററാണിത്. അതുകൊണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. പിന്നെ എല്ലാം ഓരോ സെറ്റേ ഞാൻ ചെയ്യിപ്പിക്കുന്നുള്ളൂ. ഓക്കെ, നോക്കിയോ. ഇനിയും തലയ്ക്ക് എന്താ ഈ പറഞ്ഞ പോലെ തന്നെ വട്ട് പിടിപ്പിക്കുന്ന ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് തരാം.
നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ചെയ്യും, നിങ്ങൾ സ്കൂളിൽ ചെയ്തതാണെങ്കിൽ നിങ്ങളിത് ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും മനസ്സിലാക്കാൻ. ഞാൻ എന്തായാലും ക്വസ്റ്റ്യൻ തരാം, നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറ, അല്ലെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, പ്രശ്നമൊന്നുമില്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഒന്ന് സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജൻറ്റ്, രണ്ട് സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഓക്കെ, സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജൻറ്റ് കണ്ടുപിടിക്കണം, ഓക്സിഡൈസിങ് ഏജൻറ്റും കണ്ടുപിടിക്കണം. കുറേ തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്നത് K+K നെഗറ്റീവ് 2.93 വോൾട്ട്. ബി തന്നിരിക്കുന്നത് Mg+Mg ഈസിക്വൽ ടു നെഗറ്റീവ് 2.37 വോൾട്ട്. സി തന്നിരിക്കുന്നത് Cr3+Cr ഈസിക്വൽ ടു നെഗറ്റീവ് 0.74 വോൾട്ട്. അടുത്തത് ഡിയിൽ തന്നിരിക്കുന്നത് Ag+Ag ഈസിക്വൽ ടു 0.80 വോൾട്ട്. അതേപോലെ തന്നെ ഇ തന്നിരിക്കുന്നത് Hg+Hg തന്നിരിക്കുന്നത് 0.79 വോൾട്ട്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജൻറ്റും സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് ഏജൻറ്റും. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞായിരുന്നു, സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, അതോ 10ാം ക്ലാസ്സിലെ പിള്ളേരോടാണെന്ന് അറിയത്തില്ല. എനിവേ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പറയുന്നു, സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജൻ്റ് ആണെങ്കിൽ അവരിൽ നടക്കുന്നത് ഓക്സിഡേഷൻ ആയിരിക്കും. ആർക്കാണോ ഓക്സിഡേഷൻ നടക്കുന്നത് അവൻ നല്ല റെഡ്യൂസിങ് ഏജൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് പഠിച്ചു വെക്കേണ്ടത്. രണ്ടാമത്തേത് സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണെങ്കിൽ അവരിൽ നല്ല രീതിയിൽ റിഡക്ഷൻ നടത്താൻ കഴിവുണ്ട്. അവരിൽ നടക്കുന്നത് റിഡക്ഷൻ ആയിരിക്കും. ഓക്കെ, അതായത് ശ്രദ്ധിച്ചോണം, ഓക്സിഡേഷൻ നടക്കുന്നവനാരോ അല്ലെങ്കിൽ ഓക്സിഡേഷൻ നടത്താൻ കഴിവുള്ളവനാരോ അവൻ സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻറ്റും, റിഡക്ഷൻ നടക്കുന്നവനാരോ അവൻ നല്ല ഓക്സിഡൈസിങ് ഏജൻറ്റും ആയിരിക്കും. ഓപ്പോസിറ്റ് ഓർത്താൽ മതി. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾ ഇതിനകത്തൊന്ന് ആലോചിച്ചിട്ട് ഒരു 2 മിനിറ്റ് സമയം തരാം നിങ്ങൾക്ക് ആലോചിക്കാൻ. നിങ്ങൾ എന്നിട്ട് പറ. അനീറ്റയ്ക്ക് പറയാമോ? അനീറ്റ പറയാന്നാണോ പറഞ്ഞില്ല? K+ നല്ല റെഡ്യൂസിങ് ഏജന്റ്. കാരണം ലോ റിയാക്റ്റീവ് ആയവർ എന്തായാലും ഓക്സിഡേഷൻ ആണ് ചെയ്യുന്നത്. പിന്നെ ലോ റിയാക്റ്റീവ് ആണ് എങ്ങനെ മനസ്സിലായി? മോർ റിഡക്ഷൻ അണ്ടർഗോസ് റിഡക്ഷൻ അങ്ങനെയല്ലേ? അല്ല, ഞാൻ ചോദിക്കുന്നത് പൊട്ടാസ്യം എന്ന് പറഞ്ഞാൽ പൊസോക്കോമ LC ഇർണിറ്റിലെ ഹൈക്കോമേഴ്സി പ്ലാഗോ വെച്ചിട്ട് പൊട്ടാസ്യം റിയാക്റ്റീവ് ആണ്. പൊട്ടാസ്യോ ലോ റിയാക്റ്റീവോ? മോർ റിയാക്റ്റീവ്. ഓക്കെ, മോർ റിയാക്റ്റീവ്. വെരി ഗുഡ്. ഓക്കെ, ഞാൻ ലോ റിയാക്റ്റീവ് ആയിട്ട്. ഓക്കെ, പറഞ്ഞോ. കൂടുതൽ റിയാക്റ്റീവ് ആണെങ്കിൽ അത് ഓക്സിഡേഷൻ ആയിരിക്കും. ഓക്കെ, വെരി ഗുഡ്. കൂടുതൽ റിയാക്ഷൻ ആണെങ്കിൽ ഓക്സിഡേഷൻ ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ പിന്നെ അവരുടെ വാല്യൂസ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഏതാണോ അവരൊക്കെ ഓക്സിഡേഷൻ ആയിരിക്കും. നെഗറ്റീവ് ആയതെല്ലാം ഓക്സിഡേഷൻ ആയിരിക്കും. നെഗറ്റീവ് ആയതെല്ലാം ഓക്സിഡേഷൻ സാറ് പറഞ്ഞ ഹൈഡ്രോജന്റെ മട്ട് ഉണ്ടായിട്ടല്ല നെഗറ്റീവ് ആണ്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല. അതൊക്കെ അങ്ങനെയും ചിന്തിക്കാമേ. കുഴപ്പമില്ല. ഞാൻ 2 രീതിയിലും പറഞ്ഞായിരുന്നു, ഓർക്കുന്നുണ്ടോ?
ഇപ്പം അനീറ്റ പറഞ്ഞത് ശരിയാണ്, പെർഫെക്റ്റ് ആണ്, കറക്റ്റ് ആണ്. എന്നാൽ വേറെ രീതിയിലൂടെ ഞാൻ പറഞ്ഞുതരാം, നോക്കിയോ. അതായത് ഇതിനകത്ത് ഇപ്പോൾ ഇവരുടെ എല്ലാം തന്നിരിക്കുന്നത് എന്തോന്നല്ല, ഇവിടെ ഓക്സിഡേഷനെ പറ്റി ചിന്തിക്കുകയേ വേണ്ട. കാരണം ഇവിടെ എല്ലാം തന്നിരിക്കുന്നത് റിഡക്ഷനാണ്. കണ്ടോ, കെ പ്ലസ് കെ ആവുക, അതിനർത്ഥം എന്താ, റെഡ്യൂസ് ചെയ്യുക എന്നർത്ഥം. റിഡക്ഷൻ ആണെന്നിരിക്കുന്നത്. എം ജി പ്ലസ് എം ജി ആവുക, റിഡക്ഷൻ ആണെന്നിരിക്കുന്നത്. സി ആർ 3 പ്ലസ് സി ആർ ആവുക, റിഡക്ഷൻ. എ ജി പ്ലസ് എ ജി ആവുക, റിഡക്ഷൻ. എച്ച് ജി പ്ലസ് എച്ച് ജി ആവുക, റിഡക്ഷൻ. റിഡക്ഷൻ സാധനമാണ് തന്നിരിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞു റിഡക്ഷൻ നടക്കുമ്പോൾ പോസിറ്റീവ് വാല്യൂ ഉള്ള ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നല്ല രീതിയിൽ റിഡക്ഷൻ നടക്കുന്നതെന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ റിഡക്ഷന് പോസിറ്റീവ് വാല്യൂ ഏറ്റവും കൂടുതലുള്ളത് ഇവർക്ക് രണ്ടുപേർക്കുമാണ്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും നല്ല രീതിയിൽ റിഡക്ഷൻ നടക്കുന്നതെന്നർത്ഥം. അപ്പോൾ ഇവർ നല്ല ഓക്സിഡൈസിങ് ഏജൻ്റാണെന്നർത്ഥം. ഓക്സിഡൈസിങ് ഏജൻറ്റ് ഇവർ രണ്ടുപേരും 0.80. കാരണം എന്താ, എ ജി പ്ലസ് എ ജി ആവുന്നത് റിഡക്ഷനാണ്. അപ്പോൾ റിഡക്ഷൻ ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. പോസിറ്റീവ് 80യും പോസിറ്റീവ് 0.79 ആണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരുടെ ഉള്ളിൽ നല്ല രീതിയിൽ റിഡക്ഷൻ നടക്കുന്നു. റിഡക്ഷൻ പോസിറ്റീവാണ്, റിഡക്ഷൻ നടക്കുന്നു. നല്ല റിഡക്ഷൻ നടക്കുന്ന ആൾ നല്ല ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിരിക്കുമെന്നാണ് നമുക്ക് പറയാൻ അല്ലെങ്കിൽ നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഓക്കെ, ഇനി അനീറ്റ പറഞ്ഞ അതിലേക്ക് വരാം. അതായത് കെ പ്ലസ് കെ ആകുന്നത് റിഡക്ഷനാണ്, പക്ഷേ റിഡക്ഷൻ നെഗറ്റീവ് വാല്യൂ ആണെന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ റിഡക്ഷൻ വളരെ കുറവ് നടക്കുന്നതെന്നർത്ഥം. റിഡക്ഷൻ വളരെ കുറവ് നടക്കുകയാണെങ്കിൽ അനീറ്റ പറഞ്ഞ പോലെ ചിന്തിക്കാം, ഓക്സിഡേഷൻ ആയിരിക്കും അവിടെ കൂടുതൽ നടക്കുക. അപ്പം നല്ലതായിട്ട് ഓക്സിഡേഷൻ നടക്കുന്ന ആളാണ് ഇവൻ. ഓക്കെ, പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെ റിഡക്ഷൻ കൂടുതൽ നടന്നു. റിഡക്ഷൻ കൂടുതൽ നടക്കുകയാണെങ്കിൽ അവൻ നല്ലൊരു ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഇവിടെ വരുന്ന സമയത്ത് റിഡക്ഷന് നെഗറ്റീവ് വാല്യൂ ആണ്, വളരെ കുറവാണ്, -2.93 ആണ്. അപ്പം റിഡക്ഷൻ വളരെ കുറവായിട്ടുള്ള ആൾ റിഡക്ഷൻ വളരെ കുറവായിട്ടാണ് അവിടെ നടക്കുന്നതെങ്കിൽ അതിനർത്ഥം അവൻ നല്ല ഓക്സിഡേഷൻ നടക്കുന്ന ആളാണെന്ന് അർത്ഥം. നല്ല ഓക്സിഡേഷൻ നടക്കുന്ന ആൾ ആരായിരിക്കും, നല്ല റെഡ്യൂസിങ് ഏജൻ്റ് ആയിരിക്കും. കണ്ടോ, സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻറ്റ്. അപ്പോൾ ഏതായിരിക്കും, ഇവന്. സെറ്റാണോ, മനസ്സിലായെങ്കിലായെന്ന് പറയാമോ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. അനീറ്റ പറഞ്ഞത് ശരിയാണ് കേട്ടോ. ഞാൻ രണ്ട് രീതിയിൽ ചോദിച്ചതേ ഉള്ളൂ. അനീറ്റ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. അത് വേണമെങ്കിൽ എഴുതി വെച്ചോണം. എന്താ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ഓഫ് കെ പ്ലസ് ടു കെ ഈസ് നെഗറ്റീവ്. ദാറ്റ് ഈസ് എന്താണ്, പൊട്ടാസ്യം അണ്ടർഗോസ് എന്താണ്, ഗ്രേറ്റർ ഓക്സിഡേഷൻ. സോ ഇറ്റ് ഈസ് എ റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് വേണമെങ്കിൽ എഴുതിയേക്കണം. ഇനി താഴെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ഓഫ് എ ജി പ്ലസ് ആൻഡ് എച്ച് ജി പ്ലസ് ഈസ് മോർ ആൻഡ് ഈസ് പോസിറ്റീവ്. സോ എന്താണ്, റിഡക്ഷൻ ടേക്സ് പ്ലേസ് എന്താണ് വിത്ത് എ ഗ്രേറ്റർ ഈസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം. ഞാൻ പറയുന്ന വേർഡിങ്സിൽ തന്നെ എഴുതണമെന്ന് ഒരു നിർബന്ധവുമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓക്സിഡേഷൻ നടത്താൻ കഴിവുള്ളവൻ ആരോ അവൻ നല്ല റെഡ്യൂസിങ് ഏജൻറ്റും, റിഡക്ഷൻ നടത്താൻ കഴിവുള്ളവൻ ആരോ അവൻ നല്ല ഓക്സിഡൈസിങ് ഏജൻറ്റും ആയിരിക്കും. ഇത് കെ പ്ലസ് ടു കെ. ഇനി ചിലപ്പോൾ തിരിച്ച് തരാം കേട്ടോ. എന്താ, കെ ടു കെ പ്ലസ്, എം ജി ടു എം ജി പ്ലസ്, സി ആർ ടു സി ആർ 3 പ്ലസ്, അങ്ങനെ തരുമ്പോൾ അത് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആയിരുന്നു. അങ്ങനെ നമുക്ക് പഠിക്കാനുള്ളത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ചിലപ്പോൾ തിരിച്ചൊക്കെ ചോദിച്ചെന്ന് വരാം. അപ്പം നേരെ തിരിച്ച് ചിന്തിച്ചോണം. അപ്പം ഇപ്പം ഇങ്ങനെ തരികയാണ്, എ ജി പ്ലസ് ബാർ എ ജി, എന്നിട്ട് അതിന് എന്താണ് നെഗറ്റീവ് എന്താണ് അല്ലെ പോസിറ്റീവ് എന്താണ് 2.93 തരുവാണെങ്കിൽ അതിനർത്ഥം എന്തുവാ, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇത് എ ജി പ്ലസ് അല്ല, സോറി, എ ജി ബാർ എ ജി പ്ലസ് തരുക. എന്നിട്ട് അതിന് എന്ത് തരിക, പോസിറ്റീവ് 2.93 തരുവാണെങ്കിൽ അതിനർത്ഥം എന്തുവാ, ഓക്സിഡേഷൻ നല്ല രീതിയിൽ നടക്കുന്നു എന്നർത്ഥം. മനസ്സിലായോ? അപ്പോൾ അത് ഓർത്തോണം. അങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചും ഒക്കെ പഠിച്ചോണം. ഡൗട്ടുള്ളവർ ചോദിച്ചോ, പറഞ്ഞുതരാം. കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സാധനമാണ്, ഡൗട്ടുള്ളവർ ചോദിക്കാം. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഒരു ക്വസ്റ്റ്യൻ കൂടെ തരാമേ. ഹൗ മച്ച് ഇലക്ട്രിസിറ്റി in terms of Faraday
ഈസ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ഒന്ന് 40 gram of AL from AL to O3. രണ്ട് 20 gram of CA from CaCl2. ഇതാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് AL 3+ന് 3 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ AL ആകാൻ പറ്റുള്ളൂ. അപ്പം AL 3+ന് 3 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ 3 ഇലക്ട്രോണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ട് എന്ന് പറയുന്നത് 3 ഫാരഡേ ആണ്. അപ്പോൾ AL 3+ 3 ഫാരഡേ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 27 ഗ്രാം അലൂമിനിയം ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നോക്കിക്കോണം, 3 ഫാരഡേ വേണം എന്ത് ചെയ്യാൻ, 27 ഗ്രാം ഡെപ്പോസിറ്റ് ചെയ്യാൻ. ഓക്കെ ആണല്ലോ. അല്ലെങ്കിൽ തിരിച്ചെഴുതാം, 27 ഗ്രാം ഡെപ്പോസിറ്റ് ചെയ്യാൻ 3 ഫാരഡേ വേണം. അപ്പം 1 ഗ്രാം ഡെപ്പോസിറ്റ് ചെയ്യാൻ എത്ര വേണം, 3/27 ഫാരഡേ വേണം. ഇതിങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി അല്ലേ. നമുക്ക് 40 ഗ്രാം ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കറണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1 ഗ്രാം ഡെപ്പോസിറ്റ് ചെയ്യാൻ 3/27 ഫാരഡേ വേണമെങ്കിൽ 40 ഗ്രാം ഡെപ്പോസിറ്റ് ചെയ്യാൻ എത്ര വേണം, 40 × 3/27 ഫാരഡേ ചെയ്താൽ മതി. ഇത്രയുള്ള ആൻസർ. ഇത് എത്രയാണോ കിട്ടുന്നത് അത്ര ആയിരിക്കും വാല്യൂ. 4.44 ആണ് ആൻസർ. ഞാൻ ഇതിൻ്റെ ആൻസർ തന്നിരിക്കുന്ന പോലൊന്നും അല്ല ഞാൻ ചെയ്തിരിക്കുന്നത് ലോജിക്കാണ്. ഓക്കെ, ഞാൻ ചെയ്തിരിക്കുന്നത് ലോജിക്കാണ്. ഇത് ചെയ്താൽ മതി. ഇതിൻ്റെ ആൻസറിനകത്ത് കിടക്കുന്ന വേറെ രീതിയിലൊക്കെയുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ലോജിക്കിനാണ് കൂടുതൽ. ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ലോജിക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടും. അതേപോലെ തന്നെ Ca2+ൻ്റെ കാര്യം കൂടെ പറയുകയാണ്. കാൽസ്യം അല്ലേ തന്നിരിക്കുന്നത്, ഓക്കെ, കാൽസ്യം തന്നെ. Ca2+ന് Ca ആകണമെങ്കിൽ 2 ഇലക്ട്രോൺസ് അക്സെപ്റ്റ് ചെയ്യണം. 2 ഇലക്ട്രോൺസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ട് എന്ന് പറയുമ്പോൾ 2 ഫാരഡിയാണ്. 2 ഫാരഡി കടത്ത് വിട്ട് കഴിഞ്ഞാൽ 40 ഗ്രാം അതിൻ്റെ ആറ്റോമിക് മാസ് ഡെപ്പോസിറ്റ് ചെയ്യും. അതായത് 40 ഗ്രാം ഡെപ്പോസിറ്റ് ചെയ്യാൻ എത്ര ഫാരഡേ വേണം, 2 ഫാരഡേ. ഇവിടെ എത്ര ചോദിച്ചിരിക്കുന്നത്, 20 ഗ്രാം ഡെപ്പോസിറ്റ് ചെയ്യാൻ. അപ്പോൾ 40 ഗ്രാം ഡെപ്പോസിറ്റ് ചെയ്യാൻ 2 ഫാരഡേ ആണെങ്കിൽ 1 ഗ്രാം ഡെപ്പോസിറ്റ് ചെയ്യാൻ 2/40 ഫാരഡേ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 20 ഗ്രാം ഡെപ്പോസിറ്റ് ചെയ്യാനോ 2/40 × 20 കട്ട് ചെയ്യുന്നു. എത്ര വരുന്നു, 20 വരുന്നു. അപ്പം 1/10 വരുന്നു. അയ്യോ, ഒരു സെക്കൻഡ്, 2/40. ഓക്കെ, 2/40 1/20. അപ്പോൾ 1 അല്ലേ വരിക, നോക്കിക്കോ. 20 വരുന്നു. അപ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോൾ 2 വരുന്നു. 2/2 എന്ന് പറയുന്നത് 1 വരുന്നു. 1 ഫാരഡേ. അപ്പോൾ 20 ഗ്രാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കണക്കൊന്നും ലോജിക്കലി വേണം ചിന്തിച്ച് കഴിഞ്ഞാൽ 2 ഫാരഡേക്ക് 40 ഗ്രാം ഡെപ്പോസിറ്റ് ചെയ്യുമെങ്കിൽ 20 ഗ്രാം ഡെപ്പോസിറ്റ് ചെയ്യാൻ 1 ഫാരഡേ മതി, അതിൻ്റെ പകുതി മതിയായിരിക്കും. പക്ഷേ ന്യൂമറിക്കലി ഇങ്ങനെ കാണിക്കണം, അറ്റ്ലീസ്റ്റ് ഇങ്ങനെയും കാണിക്കണം. ഇങ്ങനെയൊന്നും അല്ല ഇത് ചെയ്യുന്ന, വേറെ രീതിയിലാണ് ചെയ്യുന്നത്. പക്ഷേ ഇതെങ്കിലും മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. സാർ ഇത്തിരി മേളിലോട്ടാക്കാവും. ആ, എഴുതി കഴിഞ്ഞെങ്കിൽ നമുക്ക് തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാമേ.
താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ.